മേയർ ആര്യ രാജേന്ദ്രൻ പലപ്പോഴും വാർത്തകളിൽ നിറയാറുണ്ട്. ഈ പൃഥ്വിരാജിനെ രാജുവേട്ട എന്നൊക്കെ വിളിച്ച് വലിയ വൈറലായതാണ് അന്ന്. രാജുവേട്ട വരണം എന്ന് പറഞ്ഞ് പൃഥ്വിരാജ് അത് പറയുകയൊക്കെ ഉണ്ടായി. കഴിഞ്ഞ ദിവസം ഈ അവാർഡ് ദാന ചടങ്ങിൽ ഇവർ തമ്മിൽ കണ്ടുമുട്ടി. അത് രസകരമായ വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ട്. അത് എന്താണ് പ്രിയ അതിനെ കുറിച്ച്? അതായത് മേയർ ആര്യ രാജേന്ദ്രൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു വീഡിയോ ആണ്. നമ്മുടെ ചലച്ചിത്ര പുരസ്കാരത്തിന്റെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന്റെ ചടങ്ങിൽ, പുരസ്കാര ദാന ചടങ്ങിൽ വെച്ചിട്ടാണ് ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്നത്. അപ്പോൾ പൃഥ്വിരാജ് എതിരെ നടന്നു വരുന്നു. ആര്യ അപ്പോൾ കണ്ട് തമാശ പറഞ്ഞ് ഷെയ്ഖാൻ്റെ അടുത്ത് കണ്ട് ആര്യയുടെ തമാശയ്ക്ക് പൊട്ടിച്ചിരിക്കുന്ന പൃഥ്വിരാജിൻ്റെയും ആര്യയുടെയും ഒരു വീഡിയോ ആണത്. എന്നിട്ട് അവർ രണ്ടുപേരും അങ്ങ് നടന്നു പോകുന്നു. എത്രയേ ഉള്ളൂ, ഓപ്പോസിറ്റ് സൈഡിലേക്ക് രണ്ടുപേരും നടന്നു പോകും. ഈ വീഡിയോ ആണ് ആര്യ പങ്കുവച്ച, രാജുവേട്ടൻ എന്നൊരു ക്യാപ്ഷൻ ഇട്ടിട്ടാണ് ഈ വീഡിയോ ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുള്ളത്. ഇവർ തമ്മിലൊരു സൗഹൃദം ഉള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം ഏറെ ദീർഘനാളായിട്ടുള്ള ഒരു സൗഹൃദമാണ്. കാരണം മേയർ ആയതിനു ശേഷം പല ചടങ്ങുകൾക്കും പൃഥ്വിരാജിനെ ക്ഷണിക്കുമ്പോൾ മേയറാണ് വിളിക്കുന്നത്. അപ്പോൾ ഒരു ചടങ്ങ്, അതായത് നമ്മുടെ തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിലെ ഫ്ലൈ ഓവർ, അതായത് വാക്കിംഗ് ബ്രിഡ്ജ്, ഫ്ലൈ ഓവർ ആയിട്ടുള്ള ഒരു വാക്കിംഗ് ബ്രിഡ്ജ് പണിതു, സ്കൈ ബ്രിഡ്ജ്. ഈ ബ്രിഡ്ജ് പണിതതിൻ്റെ ഉദ്ഘാടനത്തിന് പൃഥ്വിരാജാണ് വന്നത്. അവിടെ ഈ സാംസ്കാരിക നായകരുടെയൊക്കെ ചിത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട് നഗരത്തിൻ്റെ നടുക്ക് ഇങ്ങനെ ഫ്ലൈ ഓവർ വന്നു. അത് ആൾക്കാർക്കെല്ലാം വളരെ ഉപയോഗപ്രദമാണ്. അപകടങ്ങളൊക്കെ നടക്കുന്ന മേഖലയിലൊക്കെ കുറയ്ക്കാനായിട്ട് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് പൃഥ്വിരാജ് വന്നു. പൃഥ്വിരാജ് പ്രസംഗിക്കുക. പൃഥ്വിരാജ് ചോദിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു, സംസാരിച്ചു, ഉദ്ഘാടനമൊക്കെ ചെയ്ത് പ്രസംഗിച്ച് അവസാനം പറയുകയാണ്, എനിക്ക് വലിയൊരു അത്ഭുതം ഉണ്ടായി എന്ന് പറഞ്ഞിട്ടാണ് പൃഥ്വിരാജ് പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു മേയർ രാജുവേട്ട എന്ന് വരണം, ചടങ്ങിലേക്ക് പങ്കെടുക്കാൻ വരണം എന്ന് പറഞ്ഞ് വിളിച്ചത് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഒരു മേയർ രാജുവേട്ട എന്ന് വിളിക്കുന്നത്. കാരണം സാധാരണ മേയർമാരെല്ലാം പ്രായമുള്ളവരായിരിക്കും. ഇത് കേരളത്തിൽ വളരെ പ്രായം കുറഞ്ഞവർ. അതെ. അപ്പോൾ അങ്ങനെ ഇത് ഒരു രസകരമായിട്ടുള്ള ഒരു കാര്യവും കൂടെ, പ്രായത്തിൻ്റെതായ പക്വത കുറവുണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയമായ നിരവധി പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടല്ലോ. കാരണം കോർപ്പറേഷനിലെ നിയമനത്തിന്റെ കാര്യത്തിന് പാർട്ടി ജില്ലാ സെക്രട്ടറി കത്തെഴുതുക, ആൾക്കാരെ നിയമിക്കേണ്ടത് ആരൊക്കെയാണെന്നുള്ളതിന്റെ ലിസ്റ്റ് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അത് സ്വന്തം ലെറ്റർ പാഡിൽ ഒപ്പിട്ട് കൊടുക്കുകയും ഇത് വൈറലാവുകയും വലിയ പ്രശ്നമാവുകയും വെളിയിൽ വരികയും വാർത്തയാവുകയും ഒക്കെ ചെയ്തു. പാർട്ടി പ്രതിരോധത്തിലായി പോകുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പക്വതക്കുറവിന്റെ കാര്യങ്ങളും കഥകളും ഒക്കെ ഒരുപാടുണ്ട്. അപ്പോൾ പക്ഷെ മേയർ ഇങ്ങനെ ഒരു രസകരമായിട്ടുള്ള ഒരു കാര്യം പങ്കുവെച്ചപ്പോൾ ആ വേദിയിലുള്ള വാർത്ത ചെയ്തു ഇവരുടെ സൗഹൃദം കുറച്ചുകൂടെ ചർച്ചയായി. പൃഥ്വിരാജ് ഒന്നാമത് തന്നെ ഇപ്പൊ എമ്പുരാന് ശേഷം അത്ര പ്രിയങ്കരനല്ലാതെ ഇരിക്കുന്ന അവസ്ഥയാണ്. ദേശവിരുദ്ധൻ അടക്കമുള്ള ചീത്തവിളി കേട്ടിട്ടും ആൾക്കാരെല്ലാം എടുത്തിട്ട് ട്രോളിയും. അതെ. ഫാൻസ് ആയിരുന്ന ആൾക്കാർ പോലും ചീത്ത വിളിക്കുകയാണ്. കാരണം എമ്പുരാനിലെ ഈ പറയുന്ന പക്ഷപാതപരമായിട്ടുള്ള പ്രൊപ്പഗൻഡ നിലപാടുകളോടെല്ലാം ആൾക്കാർക്ക് വളരെ വിയോജിപ്പുണ്ടല്ലോ. അതുകൊണ്ട് ആ സമയത്താണ്. പക്ഷെ ഒരു കാര്യം, പൃഥ്വിരാജിന്റെ ആ നിലപാടും CPM നിലപാടെന്ന് വെച്ച് നോക്കുമ്പോൾ ആര്യയും പൃഥ്വിരാജും വളരെ നല്ല സുഹൃത്തുക്കളാണ് ആ കാര്യത്തിൽ. രണ്ടുപേരുടെ നിലപാടൊന്നാണല്ലോ രാഷ്ട്രീയ നിലപാട്. അങ്ങനെ വരും. പക്ഷെ ഈ വീഡിയോ അതോടുകൂടി വളരെ ശ്രദ്ധേയമായ ഒരു വീഡിയോ. രണ്ടുപേരും പൃഥ്വിരാജ് പൊട്ടിച്ചിരിച്ചുകൊണ്ടാണ് നടന്നു പോകുന്നത്, സൗഹൃദം തമാശ കേട്ട് ചിരിച്ചുകൊണ്ട്. അതുപോലെ തന്നെ ഈ വേദിയിലൊരു മറ്റൊരു രസകരമായ കാര്യം ഉണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസം മുമ്പ് വിവാദമുണ്ടായ ദിവ്യ എസ് അയ്യരുടെ പാട്ടുണ്ടായിരുന്നു, കുന്നിമണിച്ചപ്പ് തുറന്നെണ്ണി നോക്കുന്നേരം എന്ന് പറഞ്ഞിട്ട്. അതിന് ആ പാട്ടും അതുപോലെ തന്നെ വലിയ ശ്രദ്ധ നേടി. പിന്നെ CPM-മാരോടാണ് പ്രിയ. അതെ CPM-മാരോടാണ്. ആ CPM-മാരോട് മാത്രമൊന്നല്ല, ഈ കോൺഗ്രസിന്റെ മിക്കവാറും മുഖ്യ ശത്രുക്കളുമായിട്ടാണ് ദിവ്യ അയ്യർക്ക് വളരെ സൗഹൃദം എന്നുള്ളതും കൂടെ ആ സമയത്ത് ഇതുണ്ട്. ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അതും അങ്ങനെ വരുമ്പോഴത്തേക്കും സ്റ്റീഫൻ ദേവസിയാണ് ദിവ്യ സാർ പാടുമ്പോഴത്തേക്കും അടുത്ത ഒരു മ്യൂസിക് ഇൻസ്ട്രുമെന്റ് വായിക്കുന്നത്. അപ്പോൾ ദിവ്യ സാർ പറയുന്നുണ്ട്, ജീവിതത്തിൽ കുട്ടിക്കാലത്തൊക്കെ കാണാൻ ആഗ്രഹിച്ചിരുന്ന വലിയ വലിയ സൂപ്പർ താരങ്ങളെയും ഗായകരെയും സിനിമാ നടന്മാരെയും ഒക്കെയാണ് ഇപ്പൊ മുന്നിൽ കാണുന്നത് എന്ന് പറഞ്ഞിട്ട് ദിവ്യ സാർ സംസാരിക്കുന്നുണ്ട്. എന്നിട്ടാ പാട്ട് പാടുന്നത്. അങ്ങനെ ഈ ചലച്ചിത്ര പുരസ്കാര ചടങ്ങ് നടക്കുന്ന ആ വേദി വളരെ ശ്രദ്ധേയമായി എന്നുള്ളതാണ് ഈ സമയത്തുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. അതായത് ആര്യയുടെ രണ്ടാമത്തെ ഇൻസിഡന്റ് ആണ് പൃഥ്വിരാജുമായിട്ടുള്ള ഇപ്പോൾ
അതെ, വന്നിരിക്കുന്നത്, നേരത്തെ ഉണ്ടായതും ഇതും. അതെ, അത് പൃഥ്വിരാജ് പോലും പറയുകയുണ്ടായി, രാജുവേട്ട എന്ന് വിളിച്ച് ആദ്യത്തെ മേയർ എന്ന രീതിയിൽ അത് ആ ഒരു സെൻസോട് കൂടി അതിനെ പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു സൗഹൃദം അന്ന് തുടങ്ങിയ ആ സൗഹൃദം ഇപ്പോഴും അത് കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളതിൻ്റെയാണ് ഏറ്റവും വലിയ ആ ഒരു വീഡിയോയിലൂടെ നമുക്ക് ദൃശ്യമാവുന്നത്. പ്രത്യേകിച്ച് രാഷ്ട്രീയമെല്ലാം മാറ്റിവെച്ച് ചിന്തിച്ചാൽ വളരെ രസകരമാണത്. കാരണം ഈ ദിവ്യ സയ്യറും അല്ലെങ്കിൽ ആര്യയും ഒക്കെ അത്തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ശ്രദ്ധ നേടുന്നുണ്ട്. ഇപ്പോൾ കുഞ്ഞുങ്ങളെയൊക്കെ ആയിട്ട് ജോലിക്ക് വരുന്നതും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അവർ പങ്കുവയ്ക്കുന്നുണ്ട്. പിന്നെ ഈ മേയറെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മേയറുടെ ഭരണപരമായ പിടിപ്പുകേടുകൾ, ഒരുപാട് പ്രശ്നങ്ങൾ പാർട്ടിക്ക് ഉണ്ടാക്കുന്നുണ്ട്. സ്വാഭാവികം ഇനിയിപ്പോൾ ആ കോർപ്പറേഷൻ BJPക്ക് ലഭിക്കാനുള്ള സാധ്യതകളാണ് ഏറെക്കുറെ കാണുന്നത്. ഇനിയിപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ 37 സീറ്റുകളുള്ള BJPക്ക് ഒരു 13 സീറ്റ് കൂടി നേടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ഭരണത്തിൽ വരാൻ പറ്റും. ഇപ്പോൾ മുരളീധരനാണ് മുരളീധരനാണ് അതിൻ്റെ ചുമതല നൽകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ മുരളീധരനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല, പ്രിയൻ ശ്രദ്ധിച്ചാൽ ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും 35 സീറ്റുകൾ BJP നേടുകയുണ്ടായി. അപ്പോൾ ഇപ്പോൾ അത് 37ആയി. അപ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു വ്യക്തി മനസ്സിൽ വിചാരിക്കുന്നത്, ആ 35 സീറ്റുകൾക്കൊപ്പം 2 സീറ്റും കൂടി നേടി എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ ഒരിക്കലുമല്ല. അതായത് ഈ 35 അല്ലാതെ വേറെ സ്ഥലത്താണ് BJP സീറ്റ് വാങ്ങിയിരിക്കുന്നത്. അതായത് മറ്റ് UDFനുണ്ടായിരുന്ന സീറ്റുകളാണ് പിടിച്ചെടുത്തത്, അല്ലെങ്കിൽ LDFനുണ്ടായിരുന്ന സീറ്റാണ് പിടിച്ചെടുത്തത്. അപ്പോൾ സ്വാഭാവികമായും ഒരു 60-65 മണ്ഡലങ്ങളിൽ ശക്തമായി വിജയിക്കാൻ പറ്റുന്ന, അതായത് ഞാൻ പറഞ്ഞത് പ്രിയന് മനസ്സിലായോ? അതായത് നമ്മളിപ്പം മൊത്തം 100 സീറ്റാണ്. ഈ 100 സീറ്റ് 35 സീറ്റ് BJP പിടിച്ചു എന്ന് പറയുന്നു. അതായത് 2015 തെരഞ്ഞെടുപ്പിൽ 35 സീറ്റുകൾ BJP നേടി. 2020 തെരഞ്ഞെടുപ്പിൽ 37 സീറ്റുകൾ നേടി. സ്വാഭാവികം ഒരു വ്യക്തി ചിന്തിക്കുന്നത് ഈ 35 സീറ്റുകൾ നിലനിർത്തിക്കൊണ്ട് 2 സീറ്റ് എക്സ്ട്രാ നേടി. ഒരിക്കലുമല്ല. അതായത് വേറെ 35, അല്ലെങ്കിൽ വേറെ 35 ഇല്ല, വേറെ 30ഓളം സീറ്റുകൾ UDFൻ്റെന്നും LDFൻ്റെന്നും പിടിച്ചെടുത്തു. ഒപ്പം BJPക്ക് ഉണ്ടായിരുന്ന 30 സീറ്റുകൾ പോവുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ട് മനസ്സിലാക്കേണ്ടത് എന്താ, 70ഓളം സീറ്റുകളിൽ BJPക്ക് വിജയിക്കാൻ പറ്റും. കാരണം വിജയിച്ചു കാരണം 2 തവണയായി വിജയിച്ചു. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായും BJP അവിടെ നിന്നും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ 50 സീറ്റ് പുഷ്പം പോലെ നേടാൻ പറ്റും. അടുത്ത ഇലക്ഷനിൽ ഈ വരുന്ന തെരഞ്ഞെടുപ്പ് ഇനി കുറച്ച് മാസങ്ങൾ കൂടി ബാക്കിയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായി ഈ തെരഞ്ഞെടുപ്പിൽ ഒരു 50 സീറ്റ് നേടാൻ BJPക്ക് നിഷ്പ്രയാസം സാധിക്കും, അവരുടെ കേഡർ സംവിധാനം ഉപയോഗിച്ച്. പ്രത്യേകിച്ച് മുരളീധരനെ പോലെയുള്ള ആളിനൊക്കെ ചുമതല കൊടുക്കുന്നതോടുകൂടി നഗരത്തിൽ തന്നെ രാജീവ് ചന്ദ്രശേഖര സാന്നിധ്യമുണ്ട്. ഇപ്പോൾ അദ്ദേഹം BJP അധ്യക്ഷൻ കൂടിയാണ്. സ്വാഭാവികമായും പിന്നെ മേയർ കാട്ടിക്കൂട്ടിയ പക്വതയില്ലായ്മയിൽ നടത്തിക്കൂട്ടിയ പല അഴിമതികളും അതും ഇതുമായി എല്ലാം ഇതിൽ ചർച്ച ചെയ്യപ്പെടും. പിന്നെ ഭരണവിരുദ്ധ വികാരമുണ്ട്. ഇതെല്ലാം കൂടി ചേരുമ്പോൾ സ്വാഭാവികമായി അടുത്ത തവണ തിരുവനന്തപുരം കോർപ്പറേഷൻ BJPക്ക് നേടാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഈ മേയർ ഈ പറഞ്ഞതുപോലെ പൃഥ്വിരാജിനെ രാജുവേട്ട എന്നൊക്കെ വിളിക്കുന്നതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. പക്ഷേ അതിനോടൊപ്പം തന്നെ ഈ ഭരണപരമായ കാര്യങ്ങളിൽ പരിജ്ഞാനം, അല്ലെങ്കിൽ അത് മറ്റ് മുതിർന്നവരിൽ നിന്ന് നേടേണ്ടത് അനിവാര്യമാണ് എന്നുള്ളത്. പക്ഷേ ഇതൊന്നും മേയറുടെ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഒട്ടും സ്വാധീനം ചെലുത്തുകയോ ഇല്ലെങ്കിൽ ആൾക്കാർ ഈ പറയുന്ന വ്യൂ കിട്ടിയതോ ഈ പറയുന്ന ലൈക്ക് ചെയ്തതോ ഒന്നും വോട്ടായിട്ട് മാറാനുള്ള യാതൊരു സാധ്യതയില്ല എന്നുള്ളത് കൂടിയാണ്.